വന്ദേ ഗുരുണാം ചരണാരവിന്ദം സംദർശിത സ്വാത്മസുഖാംബുധീനാം ജനസ്യ യേഷ ഗുളികായമാനം സംസാരഹാലാഹലമോഹശാന്തേ. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതനാമാവലിയിലെ 29ഉം 30ഉം മന്ത്രങ്ങളാണ് നമ്മൾ ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. വാസ്തവജ്ഞാനതൃപ്തായ നമഃ. ദൃഗ്രൂപായ നമഃ. ഇതാണ് 29ഉം 30ഉം മന്ത്രങ്ങൾ. 29ാമത്തെ മന്ത്രമാണ് ഓം വാസ്തവജ്ഞാന തൃപ്തായ നമഃ. വാസ്തവജ്ഞാനം കൊണ്ട്, അതായത് യഥാർത്ഥ ജ്ഞാനം കൊണ്ട് തൃപ്തനായവൻ, സംതൃപ്തനായവൻ, അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പം വാസ്തവജ്ഞാനം കൊണ്ട് തൃപ്തനാണ് ഗുരു. വാസ്തവജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം, രണ്ടും ഒന്നുതന്നെ. അങ്ങനെയുള്ള ഗുരു, ആ ഗുരുവിനായിക്കൊണ്ട്, അതായത് വാസ്തവജ്ഞാനം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ജ്ഞാനസമ്പാദനത്താൽ തൃപ്തനായ ഗുരു, അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഗുരുവിൻ്റെ ജീവചരിതത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു, വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരു ജ്ഞാനിയെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ജ്ഞാനി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഒരു മന്ത്രത്തിൽ ഈശ്വരതത്വം അല്ലെങ്കിൽ ആത്മജ്ഞാനം സിദ്ധിച്ചവൻ, സത്യത്തിലുള്ള പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരുവനെ ജ്ഞാനിയെന്ന് വിളിക്കാം നമ്മൾക്ക്. അപ്പോൾ ആ പൊരുളാണ്, അതായത് ഇവിടെ വാസ്തവജ്ഞാനം. അപ്പം ജ്ഞാനത്തിന് വേണമെങ്കിൽ നമ്മൾക്ക് 2 തരത്തിൽ വിഭജിക്കാം. വാസ്തവജ്ഞാനമെന്നും അവാസ്തവജ്ഞാനമെന്നും വേണമെങ്കിൽ പറയാം. ഇപ്പം വാസ്തവജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിക്കും ആത്മജ്ഞാനം എന്താണെന്ന്, ആത്മാവ് എന്താണെന്ന്, അല്ലെങ്കിൽ ഈശ്വരതത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അത് ബോധത്തിൽ ഉറച്ച ഒരു മഹാത്മാവാണ് ജ്ഞാനി, വാസ്തവജ്ഞാനം അറിഞ്ഞവൻ എന്ന് നമ്മൾക്ക് പറയാവുന്നത്. അതായത് നമ്മൾ കൃതികളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ നമ്മൾക്ക് ദൃശ്യമാകുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോന്നും, പ്രപഞ്ചത്തിൽ നാനാത്വങ്ങളുണ്ട്. ആ നാനാത്വങ്ങളായിരിക്കുന്ന ഓരോ വസ്തുക്കളും നമുക്ക് അദ്വൈത ദീപികയിൽ കാണാം. പേരായിരം പ്രതിഭയായിരം എന്ന് പറഞ്ഞ് ഗുരു അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതായത് എണ്ണമറ്റ വസ്തുക്കളുണ്ട്. അപ്പം അവയിൽ അങ്ങനെ കാണുന്ന ദൃശ്യങ്ങളെല്ലാം സത്യമല്ല, അതിന് സ്വന്തമായിട്ട് ഉണ്മയില്ലാത്തതാണ്. സ്വന്തമായിട്ട് ഉണ്മയുള്ളതും സത്യമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതുമായ ഒരേ ഒരു വസ്തുവേ ഇവിടെയുള്ളൂ, ഒരേ ഒരു സദ്വസ്തുവേ ഉള്ളൂ. അത് ഈശ്വര ചൈതന്യമാണ്, അല്ലെങ്കിൽ ബ്രഹ്മമാണ്, പരബ്രഹ്മമാണ്, ആത്മാവാണ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സകലതിനും അധിഷ്ഠാനമായിരിക്കുന്നത് ഈ ആത്മചൈതന്യം തന്നെയാണ്. അപ്പം ഈ ആത്മചൈതന്യമാണ് നമ്മുടെ അദ്വൈത ദീപികയിൽ വീണ്ടും ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, സകലോപരി നിൽപ്പതൊന്നേ സത്യം. അപ്പം ആ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മഹാത്മാവാണ് വാസ്തവജ്ഞാനം അറിഞ്ഞവൻ എന്ന് നമ്മൾക്ക് പറയാവുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരു വാസ്തവജ്ഞാനി തന്നെയാണ്, വാസ്തവജ്ഞാനം അറിഞ്ഞവൻ തന്നെയാണ്. നമ്മൾ വേദാന്തത്തിലൊക്കെ മറ്റൊരു ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്, രജ്ജു സർപ്പ പ്രതീതിയെ പറ്റിയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു കയറ് കഷ്ണം കണ്ടിട്ട് അത് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്താണ്?
അരണ്ട വെളിച്ചത്തിൽ നമ്മളെപ്പോഴും അത് പാമ്പാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് പോകുന്നുണ്ട് അല്ലേ, നല്ല വെളിച്ചമില്ലാത്തപ്പോൾ. അപ്പോൾ അത് പാമ്പാണെന്ന് അല്ലെങ്കിൽ സർപ്പമാണെന്നുള്ള ആ അറിവ് ആ നിമിഷ നേരത്തേക്കാണെങ്കിലും നമ്മൾക്ക് കിട്ടുന്നത് അത് അവാസ്തവമാണ്. അത് കയറ് കഷ്ണം തന്നെയാണ് അവിടെ കിടക്കുന്നത് എന്ന് പറയുന്നത് വാസ്തവജ്ഞാനമാണ്. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം എന്താണ്, അതെല്ലാം അവാസ്തവമായിട്ടുള്ളതാണ്, നിലനിൽപ്പില്ലാത്തതാണ്, അവയെല്ലാം ജഡവസ്തുക്കളാണ്. പക്ഷേ അതിനെല്ലാം ആധാരമായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട്, ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തെ തിരിച്ചറിഞ്ഞ്, അതുകൊണ്ടാണ് ഗുരു എല്ലാത്തിലും ഈ ചൈതന്യം, എല്ലാത്തിലും കാരണസത്തയായിട്ട് അല്ലെങ്കിൽ അതിനെല്ലാത്തിലും നിലനിൽക്കുന്നതിന് ഉള്ള ആ ഒരു ചൈതന്യം, അതായത് എല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ, അത് നമ്മൾക്കറിയാം. പക്ഷെ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ആ നാനാ ദൃശ്യങ്ങളെല്ലാം കുറച്ച് നാൾ അവയെല്ലാം ഉണ്ടായി നിലനിന്ന് വീണ്ടും അത് നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ ഈ വാസ്തവത്തിലുള്ള ജ്ഞാനം നമ്മൾക്ക് ലഭിക്കാത്തിടത്തോളം കാലം എന്താണ് സംഭവിക്കുന്നത്? ഈ കാണുന്ന എല്ലാം സത്യമാണെന്ന് കരുതി നമ്മൾ ജീവിച്ചു പോകുന്നു. അതിനപ്പുറത്തേക്കുള്ളൊരു പരമബോധം, അല്ലെങ്കിൽ ഗുരു പറഞ്ഞ സകലോപരി നിൽപ്പതൊന്നേ സത്യം, ആ ഒരു സത്യത്തെ അറിയുവാനായിട്ട് നമ്മൾക്ക് സാധിക്കാത്തത് കൊണ്ട് പ്രപഞ്ചം നമ്മൾക്ക് സത്യമായിട്ട് വരികയാണ്. അതേസമയം ഗുരുവിനെ പോലുള്ള ജ്ഞാനികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സത്യമായിട്ടുള്ള ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അത് പരബ്രഹ്മസ്വരൂപമാണ്, പരമാത്മാവാണ്, അല്ലെങ്കിൽ ആത്മാവാണ്, ഈശ്വര ചൈതന്യമാണ് ഇതൊക്കെ. അപ്പോൾ ഈ യഥാർത്ഥ സത്യം, വാസ്തവമായിട്ടുള്ള സത്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ ഗുരു ഇത് തന്നെ നമ്മൾ ഓതിത്തരുന്നുമുണ്ട്. നമ്മളെ കൂടി ഈ സത്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാഗുരു നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗുരുദേവ കൃതികൾ തന്നെ. അപ്പോൾ ആ സത്യത്തിലേക്ക് നമ്മളെ കൂടി കൊണ്ടുപോയി നമ്മളെ ഒന്ന് ഉണർത്താൻ, നമ്മുടെ മനസ്സിനെ കൂടി അതിലേക്കൊന്ന് ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് മഹാഗുരു വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കാണുവാൻ കഴിയും ഗുരുവിനെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വാസ്തവത്തിലുള്ള ജ്ഞാനം എന്താണെന്ന്, യഥാർത്ഥമായ ജ്ഞാനം എന്തെന്ന് തിരിച്ചറിഞ്ഞ ആ മഹാഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ ഇവിടെ പറയുന്നത്. മന്ത്രം 30 പറയുന്നത് ഓം ദൃക് രൂപായ നമഃ എന്നാണ്. ദൃക് രൂപനായ ഗുരുവിന് ആയിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ദൃക് രൂപനായ ഗുരുവിന് ആയിക്കൊണ്ട് നമസ്കാരം. അപ്പം ദൃക് രൂപനായ ഗുരു നമ്മൾക്കറിയാം, ദൈവദശകത്തിൽ ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള, അല്ലേ? അപ്പോൾ അവിടെ ഒരു ദൃക്കുണ്ട്. നമ്മൾ ദൃക്കെന്ന് പറഞ്ഞാൽ കാണുന്നവൻ എന്നേ ഉള്ളൂ. അപ്പോൾ കാണുന്നവൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ദൃശ്യ വിവേകം ആണ് അവിടെ ശരിക്കും നമ്മൾ അറിയേണ്ടത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ കണ്ണെന്ന ഇന്ദ്രിയം കൊണ്ട് നമ്മളൊരു വസ്തുവിനെ കാണുന്നു, അല്ലേ? മറ്റിന്ദ്രിയങ്ങളുടെയൊക്കെ ഡ്യൂട്ടി വേറെയാണ്. കണ്ണെന്ന ഇന്ദ്രിയമാണ് കാണുക എന്ന പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ആ കണ്ണെന്ന ഇന്ദ്രിയം നമ്മളൊരു വസ്തുവിനെ കാണുന്നു, ഒരു പുഷ്പമോ അല്ലെങ്കിൽ ഒരു മാമ്പഴമോ എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണുന്നു. അപ്പോൾ ആ പുഷ്പത്തെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ആ കണ്ണ് അത് കാണുന്നു എന്നുള്ളൊരു കൃത്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് പുഷ്പമാണെന്ന്, അതായത് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യമേ കണ്ട് ചെയ്യുന്നുള്ളൂ. അതെടുത്ത് നമ്മുടെ മനസ്സിലോട്ടത് പാസ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ അവിടെ ആ മനസ്സാണ് പിന്നെ അതിനെ കാണുന്നത്. അപ്പം കണ്ണിലുണ്ടായിരുന്ന ആ പുഷ്പത്തെ പിന്നെ മനസ്സ് കാണുകയാണ്. അപ്പോൾ അവിടെ മനസ്സ് കാണുന്നത് മനസ്സ് ദൃക്കാണ്, കണ്ണ് ദൃശ്യമായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടുന്ന് വീണ്ടും, അതായത് അത് പുഷ്പമാണോ റോസാപുഷ്പമാണോ എന്ത് പുഷ്പമാണ്, ഇതൊക്കെ നിശ്ചയിക്കുന്നത് കണ്ണുമല്ല മനസ്സുമല്ല, അത് നമ്മുടെ ബോധം തന്നെയാണ് അതൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മനസ്സത് ബോധത്തിലേക്ക് കൈമാറുകയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ബോധമാണ് പിന്നെ ആ വസ്തുവിനെ കാണുന്നത്. പുഷ്പമാണെങ്കിൽ പുഷ്പം, മാമ്പഴമാണെങ്കിൽ മാമ്പഴം, അതിനെ കാണുന്നത് ബോധമാണ്. അപ്പം ബോധം അവിടെ കാണുന്നതെന്ന് പറയുമ്പോൾ ബോധം ദൃക്കാണ്, മനസ്സ് ദൃശ്യമാണ്. അപ്പം അങ്ങനെ ദൃശ്യ വിവേകം അവിടെ വരുന്നുണ്ട്.
അത് വേദാന്ത ശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറയുന്നത്. ശങ്കര ഭഗവത്പാദർ ദൃഗ്ദൃശ്യ വിവേകം എന്നൊരു പ്രകരണ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബുദ്ധി, അതായത് നമ്മുടെ ബോധം വരെയുള്ള വസ്തുക്കളെല്ലാം ശരിക്കും ജഡമാണ്. ഇതിനെയെല്ലാം കണ്ട് തിരിച്ചറിഞ്ഞ് അവസാനമായിട്ട് ഇതിനെ തിരിച്ചറിയുന്നത് ആരാണ്? ബോധമാണ്. ഇപ്പോൾ അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് ആത്മസാന്നിധ്യം കൊണ്ടാണ്, ആ ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. ആ ചൈതന്യമില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അപ്പോൾ ആ ചൈതന്യമാണ് ഇതെല്ലാം ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതും സർവത്തെയും പ്രകാശിപ്പിച്ച് നിർത്തുന്നതും. അപ്പം അതുകൊണ്ട് സകല വസ്തുക്കളെയും കാണുന്നത് ആരാണ്? ഈ ചൈതന്യമാണ്. അതായത് കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതൊരു പുഷ്പമാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ അത് ബോധം അത് കാണണം. അപ്പം അങ്ങനെ ആ ബോധമാണ് അവസാനമായിട്ട് ദൃക്കായിട്ട് അവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ വസ്തുത, അതായത് ബോധം വരെയുള്ള സകലതും ജഡദൃശ്യമാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യമായി. അത് ഉറച്ച് ആ ബോധമാണ് സകലതിനും കാരണമായി നിൽക്കുന്നത് എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ഗുരു, അങ്ങനെയുള്ള ഗുരുവാണ്. അപ്പോൾ ഇവിടെ അവസാനം വരുമ്പോൾ നമ്മൾക്ക് പറയാവുന്നത് എന്താണ്? ദൃക്ക് ബോധമെന്ന് പറഞ്ഞാൽ അത് ആത്മാവ് തന്നെ അല്ലേ? അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപൻ എന്നൊക്കെ പറയുമ്പോൾ, അഖണ്ഡ ബോധം എന്നൊക്കെ പറയുമ്പോൾ അത് ആത്മാവ് തന്നെ. അപ്പോൾ ആ ആത്മാവ് ദൃക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. സകലതിനെയും സാക്ഷിരൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ആത്മാവാണ്. ആത്മോപദേശ ശതകത്തിലൊരു ശ്ലോകത്തിൽ പറയുന്നില്ലേ, 5ാമത്തെ ശ്ലോകമാണെന്നാണ് തോന്നുന്നത്, ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്ത് നിൽക്കും വിലമതിയാത വിളക്ക്. അപ്പോൾ ആ വിലമതിയാത വിളക്ക് എന്താണ്? അത് ആത്മാവ്. ആ വിലമതിയാത ആ വിളക്ക് സകലതും ഉറ്റുപാർത്ത് നിൽക്കുകയാണ്, സകലതിനെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സകലതിനെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഈ ദൃക്കാണ്, ബോധമാണ്, ആത്മാവാണ്. അപ്പം അങ്ങനെ ആ കാഴ്ചയെ, സകല കാഴ്ചയെയും കാണുന്നത് ഈ ബോധമാണെന്ന് നല്ല ബോധ്യമുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദം. ദൃക്കിനപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. അതായത് ദൃക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ബോധമായിട്ടും ആത്മാവായിട്ടും എടുക്കണം, അതിന് അപ്പുറത്തേക്ക് പിന്നെ ഒന്നുമില്ല. അപ്പം അങ്ങനെയെല്ലാം ആത്മസ്വരൂപമാണ്, അല്ലെങ്കിൽ ദൃക്ക് എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമാണ്, എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ആത്മാവാണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ഗുരു സത്യത്തിൽ ദൃക് സ്വരൂപൻ തന്നെയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഗുരുവിനെ ദൃക് രൂപായ നമഃ എന്ന് വിശേഷിപ്പിക്കുന്നതിന് വിഷമമൊന്നുമില്ല. അപ്പോൾ ശ്രീമദ് ചൈതന്യസ്വാമികൾ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരുവിന് യോജിക്കുന്ന വിധത്തിൽ ഈ മന്ത്രം തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് ദൃക്രൂപായ നമഃ, അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ ദൃക്രൂപായ നമഃ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ ഈ വാക്കുകളെ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ.